പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, 1-2 ദിവസങ്ങൾക്ക് മുമ്പ് മീഡിയ വണ്ണും അതുപോലെ തന്നെ റിപ്പോർട്ടർ ചാനലും ഇവർ രണ്ടുപേരും മാത്രം, ഈ 2 ചാനൽ മാത്രം റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയാണ്. സമസ്ത ഹൈക്കമാൻഡിന് കത്തെഴുതിയിട്ടുണ്ട് KC വേണുഗോപാലനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് പറഞ്ഞിട്ട്. വേറെ ആരും ഈ വാർത്ത പുറത്തുവിട്ടിട്ടില്ല. ഇവർ രണ്ടുപേരുമാണ് വിട്ടിട്ടുള്ളത്. അത് വ്യാജമാണ് എന്നുള്ളത് ആ റിപ്പോർട്ടർ ചാനലിൻ്റെ വാർത്ത കാണുമ്പോൾ തന്നെ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നിരുന്നാലും പല ആളുകൾക്കും ഒരു സംശയമുണ്ടായിരുന്നു, കത്തെഴുതിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. അതിന് ഒരു ക്ലിയറൻസ്, വളരെ ക്ലാരിറ്റിയോടുകൂടെ ഒരു മറുപടി തന്നിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഹക്കീം അസീരി ഉസ്താദ്. ആ വാർത്ത നമുക്കൊന്ന് കണ്ടുവരാം. സംസ്ഥാനത്ത് ഭരണസ്തംഭനം ഒഴിവാക്കണമെന്ന് സമസ്ത കാന്തപുരം വിഭാഗം. മുഖ്യമന്ത്രി പ്രഖ്യാപനം ഇനിയും വൈകരുതെന്നും ആരെ പിന്തുണച്ചും കത്ത് നൽകിയിട്ടില്ലെന്നും അബ്ദുൽ ഹക്കീം അസരി പറഞ്ഞു. മുഖ്യമന്ത്രിയാകാൻ 3 പേരും യോഗ്യരാണ്. ഇവരിൽ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കേണ്ടത് പാർട്ടിയെന്നും അബ്ദുൽ ഹക്കീം അസരി പറഞ്ഞു. അപ്പോൾ ആര് മുഖ്യമന്ത്രിയാകുന്നു എന്നതിനേക്കാൾ അപ്പുറം ഒരു മുഖ്യമന്ത്രി പെട്ടെന്നുണ്ടാവുക എന്നതാണ് ജനങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു അവസ്ഥ. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം മുമ്പ് ഉണ്ടായിട്ടുമില്ല. എത്രയും പെട്ടെന്ന് മന്ത്രിസഭ രൂപീകരിക്കുന്ന ഒരു രീതി ആണ് നമ്മുടെ സ്റ്റേറ്റിനുള്ളത്. നമുക്കിപ്പോൾ ഈ പറയുന്ന ആളുകളെല്ലാവരും തന്നെ യോഗ്യരായ ആളുകളാണ്. അവരിൽ നിന്ന് തിരഞ്ഞെടുക്കേണ്ടത് പാർട്ടിയാ. അങ്ങനെയുള്ള ആളാരാവണം എന്നൊന്നും പറയുന്ന ഒരു രീതി സമസ്തയ്ക്ക് ഇല്ലല്ലോ. പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. പ്രസാദ്, സമസ്തയുടെ 2 വിഭാഗം, അത് EK വിഭാഗമായാലും AP വിഭാഗമായാലും പറയുന്നത് വളരെ വേഗത്തിൽ തീരുമാനം വേണം. ഇവിടെ അബ്ദുൽ ഹക്കീം അസരിയും പറയുന്നത് 3 പേർക്കും യോഗ്യതയുണ്ട്, പക്ഷെ ഒരു തീരുമാനത്തിലേക്ക് വളരെ വേഗം തന്നെ വേണം, ഭരണസ്തംഭനം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകരുത് എന്നാണ്. രജീഷ്, സംസ്ഥാനത്ത് ഭരണസ്തംഭനം ഉണ്ടാകുന്നു, അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. കാലവർഷം വരാനിരിക്കുന്നു, സ്കൂൾ തുറക്കാനിരിക്കുന്നു, അതോടൊപ്പം തന്നെ നിർമ്മാണ മേഖലയിൽ ഉൾപ്പെടെ നിരവധി പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ വേഗത്തിൽ വരിക എന്നുള്ളതാണ്. സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ഇത്രയും കാലതാമസം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. പിന്നീട് AP വിഭാഗം സമസ്തയുടെ താല്പര്യം, ഇതിൽ 3 പേർക്കും KC വേണുഗോപാലാണെങ്കിലും VD സതീശനാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും 3 പേരും മുഖ്യമന്ത്രിയാകാൻ യോഗ്യരാണ്. ആർക്കെങ്കിലും പിന്തുണ നൽകി കത്ത് നൽകുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അത്തരം വാർത്തകളോ പ്രചരണങ്ങളോ ഉണ്ടെങ്കിൽ അത് തെറ്റാണ്. സമസ്തയുടെ രീതി അങ്ങനെയല്ല എന്നതുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്തായാലും ഭരണസ്തംഭനം ഒഴിവാക്കാൻ എത്രയും പെട്ടെന്ന് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുക, സർക്കാർ രൂപീകരിക്കുക എന്നുള്ളതാണ് ഇവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ശരി പ്രസാദ്, വളരെ കൃത്യമായിട്ട് ഇവിടെ ഉസ്താദ് പറഞ്ഞു. ഇത് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ, ഞാൻ തന്നെ ചെയ്ത ഒരു വീഡിയോയിൽ അത് പറയുന്നുണ്ട്. അത് വീഡിയോ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ആ വാർത്ത കണ്ടാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാകും ആ വാർത്തയിൽ ഹക്കീം അസീരി ഉസ്താദ് എന്താണ് പറയുന്നത് എന്നും റിപ്പോർട്ടർ എന്താണ് അതൊക്കെ വളച്ചൊടിക്കുന്നത് എന്നൊക്കെ വളരെ പ്രകടമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നിരുന്നാലും ഇത് വളരെ കൃത്യമായിട്ട് ഉസ്താദ് പറഞ്ഞിരിക്കുകയാണ്, കത്ത് അയച്ചിട്ടില്ല. കത്ത് അയക്കേണ്ട കാര്യവുമില്ലല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. കാരണം സമസ്ത എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ ഒരു പാർട്ടിയൊന്നുമല്ല, ഒരു മത സംഘടനയാണ്. അവർ UDFന്റെ മുന്നണിയോ ഘടകകക്ഷിയോ ഒന്നുമില്ല. അപ്പോൾ തന്നെ ചിന്തിക്കാമല്ലോ അവിടെ കത്ത് എഴുതേണ്ട എന്ത് കാര്യമാണെന്നുള്ളത്. എന്നാൽ ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് പോലും ഇന്നലെ റിപ്പോർട്ടർ ചാനലിൻ്റെ അന്തിച്ചർച്ചയിൽ അവരുടെ ആ ചാനലിൽ കുറച്ച് ആളുകളൊക്കെ കൂടി ഇരുന്നിട്ട് കൊണ്ട് അവർ രാഷ്ട്രീയവും മറ്റൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇതേ സംഭവം, സമസ്ത കത്തയച്ചു എന്നുള്ള സംഭവം അവരുടെ ആ സംസാരത്തിനിടയിൽ വന്നു. അത് നമുക്കൊന്ന് കണ്ടുവരാം. താങ്കൾക്ക് തോന്നുന്ന രീതിയിൽ എന്തൊക്കെ വരുന്നു അതൊക്കെ ഞങ്ങൾ വാർത്തയായിട്ട് പുറത്തുവിടും. ആർക്ക് എന്ത് വിഷമുണ്ടായാലും വേണ്ടിയില്ല. പറയട്ടെ, എന്താ താങ്കൾക്ക് പറയാനുള്ളത്? AP സമസ്ത ഹൈക്കമാൻഡിന് കത്തയച്ചു. AP സമസ്ത ഈ UDFനുള്ള സംഘടനാ സംവിധാനത്തിനുള്ള സംവിധാനമാണോ? AP സമസ്ത അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞതിൽ AP സമസ്തക്കെതിരെ ആർക്കും ഒരു വിമർശനവുമില്ല. AP സമസ്ത കത്തയച്ചത് ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല. അതിനങ്ങനെ ഒരു സംഭവം നടക്കണ്ടേ? നിങ്ങൾ പടച്ചുണ്ടാക്കണതൊക്കെ ജനങ്ങൾ വിശ്വസിക്കണമെന്നില്ലല്ലോ. ജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾക്ക് വാർത്ത കിട്ടാതെ വരുമ്പോൾ ഒന്ന് വൈറലാകാൻ വേണ്ടിയിട്ട്, ജനങ്ങൾക്കിടയിൽ തൻ്റെ ചാനലും മറ്റു വാർത്തകളൊക്കെ ഒന്ന് ഇടം പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇത്തിരി മസാല കൂട്ടിയിട്ടുള്ള വാർത്തകൾ പുറത്തു വിടുക, പടച്ചു വിടുക എന്നുള്ളത് അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. കേവലം നിങ്ങളുടെ വാർത്തകൾ ഭൂരിഭാഗവും വെറും നെറേറ്റീവ്സാണ്, മെനഞ്ഞുണ്ടാക്കുന്ന വാർത്തകളാണ്. അതല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഹക്കീം അസീരി ഉസ്താദ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യം, അതിന് കോട്ടി മാറ്റിയിട്ട് കത്തയച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെയാണ് അന്ന് രഞ്ജിത്ത് പറഞ്ഞിട്ടുള്ളത്. സമസ്ത കത്തയച്ചു നമ്മുടെ കോഴിക്കോട് ബ്യൂറോയാണ് റിപ്പോർട്ട് ചെയ്തത്. അരുണ് പറഞ്ഞതുപോലെ തന്നെ വെറുതെ ഇല്ലാത്തതൊന്നും പറയണ്ട.
കാരണം കോഴിക്കോട് ബ്യൂറോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുപോയി. അത് കിടന്നിട്ട് വീണ്ടും ചേച്ചി ഇങ്ങനെ ഉരുളേണ്ട കാര്യമില്ല. കാരണം അതെല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായിട്ടതാണ്. ഇനി മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടെ ആ വാർത്ത നമുക്ക് കണ്ടുവരാം. വിഷയത്തിൽ നമ്മൾ അഭിപ്രായം പറയുന്ന ഒരു രീതിയില്ല. അതേസമയത്ത് അദ്ദേഹം വരുന്നത് കൊണ്ട് കുഴപ്പമില്ല. കാരണം ഇതിനു മുമ്പും AK ആന്റണിയൊക്കെ വന്നിട്ടുണ്ടല്ലോ. നേരത്തെ മത്സരിക്കാത്ത ആള് പിന്നീട് മുഖ്യമന്ത്രിയായി, അങ്ങനെ അവർ നാട് ഭരിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് കഴിവുള്ള ഒരാളാണ്. കേന്ദ്ര തലത്തിൽ രാജ്യം ഒട്ടുക്കും സംഘടനയുടെ സെക്രട്ടറിയായി നിന്നൊരാൾക്ക് സ്റ്റേറ്റ് നയിക്കാൻ എന്തായാലും കഴിയുമെന്ന കാര്യം ഉറപ്പാണ്. പിന്നെ പാർട്ടിക്ക് അവരെ കേന്ദ്രത്തിൽ ആവശ്യമുണ്ടോ, ഇവിടെയാണോ നല്ലത്, അതൊന്നും നമ്മളെ അഭിപ്രായം പറയേണ്ട ഒരു വിഷയമല്ല. മധു, വിവിധ സാമുദായിക സംഘടനകളും സാംസ്കാരിക നേതാക്കന്മാരും ഒക്കെ അഭിപ്രായം പറയുന്ന ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ജനാധിപത്യത്തിൽ ഒരു സമ്മർദ്ദ ശക്തി എന്ന രീതിയിൽ സമസ്തയുടെ അഭിപ്രായം സമസ്ത ഹൈക്കമാൻഡിനെ അറിയിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ രഞ്ജിത്ത് പറഞ്ഞല്ലോ, തനിക്ക് കിട്ടിയ വിവരമനുസരിച്ചാണ് താനീ പറയുന്നത്, കത്തയച്ചിട്ടുണ്ട് എന്നുള്ളത്. ഇവിടെയാണ് ചോദിക്കുന്നത്, എവിടെ നിന്നാണ് ആ വിവരം കിട്ടിയത്? എന്താണ് ആ വിവരത്തിന്റെ അടിസ്ഥാനം? ഇങ്ങനെ എവിഡൻസ് ഇല്ലാതെ സംസാരിക്കാൻ പാടുണ്ടോ? കേവലം നെറേറ്റീവ്സ് അല്ലേ ഇതൊക്കെ? മെനഞ്ഞുണ്ടാക്കുക വാർത്തകൾ, ഒരാളെ കുറിച്ച് ഒരു സംഘടനയെക്കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കുക. ഇത് ഈ ചാനൽ ഇത് കേവലം പുതിയൊരു സംഭവമൊന്നുമല്ല. ഇവരുടെ ഒരുപാട് വാർത്തകൾ ഇങ്ങനെയാണ്. ഇന്നലെ ആ ചാനലിൽ തന്നെ നടന്ന മറ്റൊരു സംഭവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ഇന്നലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ഇന്നലെ എല്ലാവരും പ്രതീക്ഷിച്ചതാണ്. ഇന്നലെ വൈകിട്ട് ഒരു 5-5:30 ഒക്കെ ആകുമ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചതാണ്. അതേ സമയത്ത് VT സതീശൻ സാറിൻ്റെ വീടിൻ്റെ അരികിൽ, ആലുവയിലുള്ള വീട്ടിൽ ഒരുപാട് പ്രവർത്തകന്മാർ വന്നു. ആ വരാനുണ്ടായ കാരണം അത് VT സതീശൻ വിളിച്ചുണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത നെറേറ്റീവ്സ് ഉണ്ടാക്കുകയാണ്. അത് അവരുടെ തന്നെ മറ്റു റിപ്പോർട്ടർ അതിന് പിടികൂടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് അവരുടെ പാർട്ടി ആയിരിക്കാം, എന്തോ ആവട്ടെ. പക്ഷെ അവിടെ ആ ഒരു സംഭവം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ, എന്നിട്ട് നമുക്ക് പറയാം. ഇന്ന് ഏറ്റവും ഒടുവിൽ VD സതീശന്റെ വീട്ടിൽ ഒരു ആൾക്കൂട്ടം കണ്ടല്ലോ. ഇതെങ്ങനെയാ വന്നത്? VD സതീശന്റെ അപ്പോൾ നമ്മൾ ആകസ്മികമായി വന്നതാണ്. ആരും വിളിച്ചു ചേർത്തതല്ല. നേതാക്കൾ വിളിച്ചു ചേർത്തിട്ടല്ല അവിടെ വന്നിരിക്കുന്നത്. നേതാക്കൾ തമ്മിൽ അതിനു മുമ്പ് ജനകീയ പിന്തുണ ഉണ്ടായിട്ടുണ്ട്. അവിടെ നൗഷാദ് അലി വന്നു. കേൾക്കൂ, ഞാൻ പറഞ്ഞുതരാം. അവിടെ വന്നിരിക്കുന്ന ആൾക്കാർ ദേശക്കാർ മാത്രമല്ല, ആയിക്കോട്ടെ, നാട്ടുകാർ മാത്രമല്ല. അപ്പൊ ഇത്രേ ഉള്ളൂ. ആശയവിനിമയം നടത്തിയിട്ടാണ് വന്നിരിക്കുന്നത്. വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ എത്ര വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ചാറ്റുകൾ പുറത്തു വന്നിരിക്കുന്നു. എത്ര നേതാക്കളെ കുറിച്ച് നോക്കൂ. ഞാൻ ഒരു പക്ഷത്തിലല്ല പറയുന്നത്. ഞാൻ പറയട്ടെ, KCയുടെ വീട്ടിൽ ഇവിടെ വളരെ കൃത്യമായിട്ട് അവർ ചോദിച്ചല്ലോ, എന്താണ് അതിന് തെളിവ് എന്നുള്ളത്. തെളിവ് കൊടുക്കാനില്ല, കേവലം ഊഹിച്ചുണ്ടാക്കുകയാണ്. ഇതിങ്ങനെയൊക്കെ ആവുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കേവലം ഊഹിച്ചുണ്ടാക്കുക. ഞാനീ പറയുമ്പോൾ ഞാൻ ഒരു പാർട്ടിയെ പൊക്കി പറയുകയോ അല്ലെങ്കിൽ അതിൻ്റെ ആളായിട്ട് പറയുകയൊന്നുമല്ല. മറിച്ച് നിങ്ങൾ വസ്തുതാപരമായിട്ട് ചിന്തിക്കുമ്പോൾ ഈ പറയുന്ന വ്യക്തിയുടെ മുമ്പിൽ ആളുകൾ വന്നത് എങ്ങനെയാണ് എന്നുള്ളതിന് യാതൊരു എവിഡൻസ് ഇവിടെ കയ്യിലില്ല. അപ്പോൾ ഇവർ മെനഞ്ഞുണ്ടാക്കുകയാണ്. ഇതൊക്കെ അദ്ദേഹം വിളിച്ച് വരുത്തിയതാണ് ഇവരെ എന്നൊക്കെ മെനഞ്ഞുണ്ടാക്കുക. ഇതുപോലെയാണ് ഈ സംഭവം. നേരത്തെ പറഞ്ഞ ഹക്കീം അസേരി ഉസ്താദിൻ്റെ അടുത്തേക്ക് പോകുന്നു, ഇവർ ചോദിക്കുന്നു, ഉസ്താദ് പറയുന്നു 3 പേരും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇവർ വീണ്ടും ചോദിക്കുന്നു KCയെ കുറിച്ച്. KC അദ്ദേഹത്തിന് കേന്ദ്രമൊക്കെ ഭരിച്ചിട്ട് പരിചയമുള്ളതാണ്, കേരളം ഭരിക്കാൻ യാതൊരു പ്രയാസം ഉണ്ടാവില്ല എന്ന് പറയുന്നു. എന്നാലും നമ്മളൊന്നും അതിൽ അഭിപ്രായം പറയേണ്ട ആളുകളല്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. എന്നിട്ട് പോലും ഇവർ പറയാണ്, ഇവർ കാന്തപുരം വിഭാഗം KCയെ പിന്തുണച്ചു, കത്തയച്ചു എന്നൊക്കെ. എന്തിനാണ് ഇങ്ങനെയൊക്കെ വാർത്ത ഉണ്ടാക്കുന്നത്? എന്താണ് ഇതുകൊണ്ടൊക്കെ നിങ്ങൾക്കുണ്ടാകുന്ന നേട്ടം? നിങ്ങൾക്ക് ഒരു പക്ഷേ നേട്ടം ഉണ്ടാകാം, പക്ഷേ ഇതുകൊണ്ടൊക്കെ ഒരുപാട് ഫിത്നയും ഫസാദും ഒക്കെയാണ് ഈ നാട്ടിലുണ്ടാകുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഉള്ളതുപോലെ പറഞ്ഞാൽ മതി, അപ്പോൾ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലാകും. അപ്പോൾ ഉള്ളതുപോലെ പറയാൻ ശ്രമിക്കുക. നിങ്ങളില്ലാതെ മെനഞ്ഞുണ്ടാക്കുന്ന കഥകളൊക്കെ കേട്ടിട്ട് ജനങ്ങളൊക്കെ വിരളി പിടിക്കണമെന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കാൻ പോണ കേസല്ല എന്ന് മാത്രം പറയുന്നു.